പ്രിയമുള്ളവരെ, ഇന്ന് നാം വിഭൂതി ആഘോഷിക്കുകയാണ്. ഇന്ന് മുതൽ 50 ദിവസത്തേക്ക് വലിയ നോമ്പും ആചരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും വിഭൂതിയുടെയും വലിയ നോമ്പ് ആചരണത്തിൻ്റെയും എല്ലാ പുണ്യങ്ങളും പ്രാർത്ഥനകളും ഏറ്റവും സ്നേഹപൂർവ്വം നേർന്നുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, വിഭൂതി ഒരു ഓർമ്മപ്പെടുത്തലും ഒരു പിൻവിളിയുമാണ്. വിഭൂതി ഓർമ്മപ്പെടുത്തല. എന്താണ് വിഭൂതി ഓർമ്മിപ്പിക്കുക? വിഭൂതി ആഘോഷിക്കുന്ന ദിനം കാർമ്മികൻ നമ്മുടെ നെറ്റിയിൽ ചാരം കൊണ്ട് കുരിശ് വരയ്ക്കുന്നുണ്ട്. ചാരം പൂശുമ്പോൾ അതിനകമ്പടിയായി സംഗീതമുള്ളത്, അതിൻ്റെ വരികൾ എങ്ങനെയാണ്? മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങുന്നൂനം. നമ്മെ ഓർമ്മിപ്പിക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ നിസ്സാരതകളെക്കുറിച്ച്. ഒത്തിരി വ്യഗ്രതകളിലും തിരക്കുകളിലും പെട്ട് ഓടി നടക്കുന്ന മനുഷ്യനെ അവൻ്റെ നിസ്സാരതയെ ഓർമ്മിപ്പിക്കുന്ന ദിനമാണിന്ന്. മനുഷ്യൻ എന്ന വാക്കിന് മറ്റൊരു പര്യായ പദമുണ്ട്, മർത്യൻ എന്നാണത്. എനിക്ക് തോന്നുന്നു ഇന്നേ ദിനം കൂടുതൽ ധ്യാനിക്കേണ്ട ഒരു വാക്കാണത്, മർത്യൻ. കാരണം അത് വരുന്നത് മൃത്യു എന്ന വാക്കിൽ നിന്നാണ്. മൃത്യു എന്നാൽ മരണം എന്നർത്ഥം. ഓരോ മനുഷ്യനും അവൻ്റെ ജീവിതത്തിൽ ഒരേ സമയം മരണം പേറുന്നവരാണ്. ശരിയാണ്, ജീവിതത്തെക്കുറിച്ച് നമുക്ക് സ്വപ്നങ്ങളുണ്ട്, ജീവിതത്തെക്കുറിച്ച് ആഗ്രഹങ്ങളുണ്ട്. നമ്മുടെ ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യമാകാൻ നാം നെട്ടോട്ടം ഓടുന്നതോടൊപ്പം തന്നെ സഭ നമ്മെ ഓർമ്മിപ്പിക്കുക, മനുഷ്യ, നീ മർത്യനും കൂടിയാണ്, നിസ്സാരനാണ്, മരണം പേറുന്നവനാണ്. എന്താണ് മൃത്യുവിൻ്റെ പ്രത്യേകത? മൃത്യു മാത്രമാണ് മനുഷ്യ ജീവിതത്തിൽ 100% ഗ്യാരണ്ടി ഉള്ളത്. നമ്മളെല്ലാവരും നമ്മുടെ ഈ നിസ്സാരപ്പെട്ട ജീവിതത്തെ, ശരീരത്തെ അലങ്കരിക്കുവാൻ ഗ്യാരണ്ടിയും വാറണ്ടിയുമുള്ള സാധന സാമഗ്രികൾ വാങ്ങിച്ചു കൂട്ടുന്ന തിരക്കിലാണ്. നാം കിട്ടുന്ന വാച്ചിന്, നാം ഉപയോഗിക്കുന്ന ചെരുപ്പിന്, നമ്മുടെ വസ്ത്രത്തിന് ഒക്കെ ഈടുറ്റതാകണം, നല്ലതാകണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ നമ്മളെപ്പോഴെങ്കിലും ഇതൊക്കെ അണിയുന്ന ഇതിനാലൊക്കെ അലങ്കരിക്കപ്പെടുന്ന ജീവിതത്തിൻ്റെ, ശരീരത്തിൻ്റെ നിസ്സാരതകളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അതിനെന്ത് ഗ്യാരണ്ടി ഉണ്ട്? ഏത് ശാസ്ത്രജ്ഞനാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഗ്യാരണ്ടിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? വലിയ ശാസ്ത്രജ്ഞരും കണ്ടുപിടുത്തങ്ങളുള്ള ലോകമാണ് നമ്മുടേത്. എന്നിട്ടും ഒരാൾക്കും നമ്മുടെ ജീവിതം എന്നാണ് കൃത്യമായിട്ട് അവസാനിക്കുക എന്ന് നമുക്ക് പറയാനാകില്ല, ആർക്കും പറഞ്ഞു തരാനാകില്ല. മൃത്യുവിൻ്റെ പ്രത്യേകത അതാണ്. മൃത്യു എന്നാൽ ഒരേ സമയം അനിശ്ചിതവും അനിവാര്യവുമായ യാഥാർത്ഥ്യ. ആർക്കാണ് മരണം ഒഴിച്ചുവിടാനാവുക? ആർക്കാണ് മരണം വേണ്ടെന്ന് വെക്കാനാവുക? ജീവിതത്തിൽ 100% വ്യക്തതയുള്ള ഒരു കാര്യം മരണമാണ്. അതുകൊണ്ട് അത് അനിവാര്യമാണെന്ന് പറയുക. അതേസമയം അനിശ്ചിതമാണ്. കാരണം ഇതെപ്പോൾ സംഭവിക്കും, എങ്ങനെ സംഭവിക്കും നമുക്കറിയില്ല. അതുകൊണ്ട് മൃത്യു പേറുന്ന മനുഷ്യൻ നിസ്സാരനാണ്. അത്രമേൽ ലളിതമാണ് നമ്മുടെ ജീവിതം. ഇന്ന് ഈ ചെറിയ സന്ദേശം നൽകുന്ന ഞാനും ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഇന്നേ ദിവസം കഴിഞ്ഞ് നാളെ ഒരു ദിവസത്തിന് ഉണ്ടാകുമോ എന്ന് നിർബന്ധമൊന്നുമില്ല. എന്തിന്? ഈ സന്ദേശം തന്നെ പറഞ്ഞു തീർക്കുന്ന നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടില്ലേ, ചില പ്രോഗ്രാമുകൾ നടക്കുമ്പോൾ തന്നെ മനുഷ്യർ മരിച്ചു വീഴുന്നത്? അത്രമേൽ നിസ്സാരപ്പെട്ടതാണ് നമ്മുടെ ജീവിതമെന്ന് ഓർമ്മിപ്പിക്കുന്ന ദിനമാണിത്. ഇതൊരു ഓർമ്മപ്പെടുത്തല. മനുഷ്യ, നീ മണ്ണാകേണ്ടവനാണ്, നീ നിസ്സാരനാണ്. മേരി ബനിഞ്ഞ് എന്ന കവയിത്രി ലോകമേ യാത്ര എന്ന മനോഹരമായ കവിതയിൽ നമ്മെ അത് കവിതയുടെ ശകലങ്ങളിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇഹത്തിലെ ധനം സുഖം യശസ്സുമാപ്യ ജാത്യവും വഹിച്ചു കൊണ്ടുപോകുകയില്ല മർത്തിനന്ത യാത്രയിൽ. ഇതൊന്നും മനുഷ്യൻ കൊണ്ടുപോകാനുള്ളതല്ല. നാം ഗ്യാരണ്ടി ഉണ്ടെന്ന് കരുതി വാങ്ങിക്കുന്നതൊക്കെ ഇവിടെ ഉപേക്ഷിച്ച് പോകേണ്ടവനാണ്. അത്രമേൽ നിസാരപ്പെട്ട ജീവിതം. പക്ഷേ ഇന്നേ ദിവസം ഒരു കാര്യം കൂടെയുണ്ട്. ഈ ഭസ്മം കൊണ്ട്, ചാരം കൊണ്ട് വൈദികൻ നമ്മുടെ നെറ്റിയിൽ വരയ്ക്കുന്നത് കുരിശ. എന്നിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുക, നിസാരനായ മനുഷ്യ, നീ കുരിശിനെ പുൽകിക്കൊണ്ട്, കുരിശ് നൽകുന്ന രക്ഷയെ സ്വീകരിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തെ അർത്ഥപൂർണമാക്കൂ. കുരിശ് നൽകുന്ന രക്ഷയിലേക്കുള്ള ക്ഷണമാണ് നമ്മുടെ വിഭൂതി ദിനം നമ്മെ ഓർമ്മിപ്പിക്കുക. നമ്മൾ ഇനി വരുന്ന ഈ നോമ്പ് ദിവസങ്ങളിൽ പല ഭക്ഷണ സാധനങ്ങൾ വർജിച്ചെന്നിരിക്കും, ഒത്തിരി ഇഷ്ടമുള്ള കാര്യങ്ങൾ വർജിക്കുന്നുണ്ട്. പക്ഷെ നാം ഇതിൻ്റെ ആന്തരികമായ അർത്ഥത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? പൗലോസ് ശ്ലീഹ എഫെസോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിന്റെ ആസക്തികൾ നിറഞ്ഞ, അല്ലെങ്കിൽ ആസക്തികൾ കലുഷിതമായ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റുവിൻ, എന്നിട്ട് പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. കുരിശിനെ പുൽകുക, കുരിശിൻ്റെ രക്ഷയെ അനുഭവിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അതും കൂടിയാണ്. നമ്മെ ക്രിസ്തുവിൽ നിന്ന്, ദൈവത്തിൽ നിന്ന്, നിത്യതയിൽ നിന്ന് അകറ്റുന്ന
തിന്മ നിറഞ്ഞ നമ്മുടെ ഇഷ്ടങ്ങളെ വർജിക്കാനായിട്ട് മനസ്സിനെ പഠിപ്പിക്കുന്ന ദിനങ്ങൾ കൂടിയത്. ഇറച്ചി നമുക്ക് ഇഷ്ടമുള്ളതാണ്, മീൻ നമുക്ക് ഇഷ്ടമുള്ളതാണ്, അല്ലെങ്കിൽ മറ്റ് ഇഷ്ടമുള്ള ചോക്ലേറ്റോ ഭക്ഷണ പദാർത്ഥങ്ങളോ അതെല്ലാം നാം ഉപേക്ഷിക്കുമ്പോൾ ഒരേ സമയം മനസ്സിനെ പഠിപ്പിക്കുക, നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം നിന്നെ പടുത്തുയർത്തുന്നില്ല, നിന്റെ മോഹങ്ങളെല്ലാം നിന്നെ നിത്യതയിലേക്ക് നയിക്കുന്നില്ല, ഈ മണ്ണോട് ചേർന്ന് പോകേണ്ടതല്ല നിന്റെ ജീവിതം, ഇതിനപ്പുറം കൊണ്ടുപോകാൻ നിനക്ക് നിന്റെ കൈവശം എന്തെങ്കിലും ഉണ്ടായിരിക്കണം. ഞാനൊരു സംസ്കൃത പണ്ഡിതനൊന്നുമല്ല, എങ്കിലും ആ സംസ്കൃത ശകലത്തിന്റെ അർത്ഥം എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ പാടുകയാണ് ഇവിടെ. അർത്ഥം ഗൃഹേ നിവർത്താന്തേ ശംശാനേ പുത്ര ബാന്ധവ സുഹൃതം ദുഷ്കൃതം ചൈവഗന്ധമനുഗച്ഛന്തേ. അർത്ഥം ധനം, ഗൃഹേ നിവർത്താന്തേ വീട് കൊണ്ട് അവസാനിക്കുന്നു, ശംശാനേ പുത്ര ബാന്ധവ നമ്മുടെ പുത്രന്മാരും നമ്മുടെ ബന്ധുമിത്രാദികളൊക്കെ നമ്മെ ഇഷ്ടപ്പെടുന്നവരൊക്കെ കുഴിമാടം വരെ, അതിനപ്പുറം നമ്മെ അനുധാവനം ചെയ്യുന്നത് സുഹൃതം ദുഷ്കൃതം. എന്ത് സൽകൃത്യങ്ങളുണ്ട് എനിക്ക് കൊണ്ടുപോകാൻ? ഇതാണ് എൻ്റെ ജീവിതത്തെ അനശ്വരമാക്കുന്നത്. നശ്വരമായി തീരേണ്ട, മണ്ണോട് തീരേണ്ട നിസാരപ്പെട്ട നമ്മുടെ ജീവിതങ്ങളെ കുരിശിനെ പുലുക്കിക്കൊണ്ട് അനശ്വരമാക്കണമെന്ന് പറയുന്നത് അർത്ഥം ഇതാ. പെട്ടെന്ന് ഞാൻ പാമ്പിൻ്റെ ഒരു കാര്യം ഓർമ്മ വരിക എൻ്റെ മനസ്സിൽ. ക്രിസ്തു പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് പാമ്പിൻ്റെ വിവേകവും പ്രാവിൻ്റെ നിഷ്കളങ്കതയും വേണമെന്ന്. പാമ്പിന് ഒരു പ്രത്യേകതയുണ്ട്, ഈ ജീവി പെട്ടെന്ന് വളർന്നു വരുന്ന ഒരു ജീവിയാണ്. അപ്പൊ ഇതിന് ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ പടം പൊഴിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ മേൽഭാഗം, ഇതിൻ്റെ തൊലി ഉരിഞ്ഞു കളയണം. പാമ്പിൻ്റെ തൊലി ഉരിയുക എന്നത് വേദന നിറഞ്ഞൊരു പ്രക്രിയയാണ്. ഇത് സ്വയം ചുരുങ്ങണം, ഇതിൻ്റെ ശരീരം സ്വയം മെലിയണം. അതുകൊണ്ട് തൊലി ഉരിയേണ്ട സമയം വരുമ്പോൾ ഇത് പതുക്കെ മാളത്തിലേക്ക് ചുരുങ്ങും. എന്നിട്ട് ഭക്ഷണം കഴിക്കാതെ സ്വയം മെലിഞ്ഞുകൊണ്ടിരിക്കും. അതിന് ഇഷ്ടമുള്ള ജീവികൾ, ഇരകൾ അതിൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷേ അതിനോടൊക്കെ ഇത് നോ പറയുകയാണ്. ഒന്നും കഴിക്കാതെ ശരീരം മെലിഞ്ഞു കഴിയുമ്പോൾ ഇത് പതുക്കെ പുറത്തേക്ക് കിടക്കും. എന്നിട്ട് മൂർച്ചയുള്ള അല്ലെങ്കിൽ നല്ല കൂർത്ത മുനയുള്ള എന്തെങ്കിലും വേരോ മുള്ളോ കണ്ടാൽ അതിൻ്റെ കഴുത്ത് ആ മുള്ളിലേക്ക് താഴ്ന്ന് ഇറക്കും. എന്നിട്ട് വേദനയോടുകൂടെ സ്വയം ചുരുണ്ട് കുതിച്ചു ചാടും. അപ്പോഴാണ് ഇതിൻ്റെ ശരീരത്തിൻ്റെ മേൽഭാഗം, അതിൻ്റെ പടം അല്ലെങ്കിൽ തൊലി ഉരിഞ്ഞ് താഴോട്ട് പോരുക. പിന്നീട് അത് കൂടുതൽ ഫ്രഷായി, കൂടുതൽ ജീവനുള്ള, കൂടുതൽ സൗന്ദര്യമുള്ള ജീവിയായി പുറത്തു വരികയാണ്. പൗലോസിലെ പറയുന്നില്ലേ, ആസക്തികൾ നിറഞ്ഞ പഴയ മനുഷ്യൻ ഉരിഞ്ഞു മാറ്റിയവനെന്ന്, എന്നിട്ട് പുതിയ മനുഷ്യനെ ധരിക്കുവനെന്ന്. ഇതൊരു വേദന നിറഞ്ഞ പ്രക്രിയ പ്രിയമുള്ളവരെ. കാരണം പലപ്പോഴും തിന്മകൾ നമ്മിൽ രൂഢമൂലമായിരിക്കുന്നു. ഈ 50 ദിവസത്തെ നോമ്പ് കൊണ്ട് ഭക്ഷണം വർജിക്കുന്നതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതാ നമ്മിൽ വേരുപാകിയിരിക്കുന്ന തിന്മകളെ ഉന്മൂലനം ചെയ്യുക. അത് വേദന നിറഞ്ഞ പ്രക്രിയ. ഇന്നോളം ഞാൻ മിണ്ടാതെ വെറുപ്പോടുകൂടെ നോക്കുന്ന മനുഷ്യൻ്റെ അടുത്ത് എളിമപ്പെട്ടു പോയി സംസാരിക്കുക, വെറുപ്പ് അവസാനിപ്പിക്കുക ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ എൻ്റെ ശരീരം കാംക്ഷിക്കുന്ന ആസക്തികളോട് നോ പറയുക ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ വേദന നിറഞ്ഞ പ്രക്രിയയിലൂടെ നിങ്ങൾ കടന്നു പോകാൻ തയ്യാറാണെങ്കിൽ മാത്രമേ പുതിയ മനുഷ്യരാകാൻ നമുക്ക് സാധിക്കൂ. പ്രിയമുള്ളവരെ, ഈ വിഭൂതി ദിനത്തിൽ നിങ്ങളോട് ആശംസിക്കാനുള്ളത് ഇത്രമാത്രമാണ്. നമുക്ക് ക്രിസ്തുവാകുന്ന രക്ഷകനെ, അവൻ്റെ കുരിശിനെ പുലുക്കിക്കൊണ്ട് നിത്യതയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ യാത്രയാക്കാം. എന്ന് വെച്ചാൽ മണ്ണോട് ചേർന്ന് നിസാരപ്പെട്ട് വിലയില്ലാതെ അർത്ഥമില്ലാതെ പോകേണ്ടതല്ല നമ്മുടെ ജീവിതങ്ങൾ. അത് അർത്ഥപൂർണമാകണം. കുരിശിനെ പുലുക്കിക്കൊണ്ട് പുതിയ മനുഷ്യരാകാൻ നമുക്ക് തീരുമാനിക്കാം. പഴയ മനുഷ്യനെ അതിൻ്റെ ആസക്തികളുടെ ഉരിഞ്ഞു മാറ്റിക്കൊണ്ട് പുതിയ മനുഷ്യനെ ധരിക്കുവാൻ ഇന്നു മുതൽ നമുക്ക് പരിശ്രമിക്കാം. ക്രിസ്തു നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, അവൻ്റെ രക്ഷയിലേക്ക് നിങ്ങളെ സ്വീകരിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു.